IRCയിലെ എൻ്റെ എല്ലാ സഹോദരിമാർക്കും പ്രഭാത വന്ദനം. 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ ഷോർട്ട് മെസ്സേജുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യ പദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഷോർട്ട് മെസ്സേജിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇപ്രകാരമാണ്: ലെറ്റ് ഹിം റൈറ്റ് അവർ സ്റ്റോറി. ലെറ്റ് ഹിം റൈറ്റ് അവർ സ്റ്റോറി. നമ്മൾ സാധാരണയായി ഇംഗ്ലീഷ് സർവീസിൽ പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു പാട്ടിന്റെ ലിറിക്സിൽ കൂടിയാണ് കർത്താവിനോട് സംസാരിച്ചത്. അത് ഇപ്രകാരമാണ്: God of my present, God of my future, you write my story, you hold it all together. I'm confident as seasons change, your faithfulness remains. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരിയായിരിക്കുന്ന വ്യക്തിയെന്ന്. He writes each and every chapter of our lives. പക്ഷെ നമ്മളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? How much are we trusting him to write our story? നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്ക് ഈ വർഷം ലഭിച്ച പ്രോമിസ് വേഴ്സിൽ കൂടെയാണ്. ഐസയ ചാപ്റ്റർ 54 1 and 2 ആണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്: പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കാം, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്തു ഘോഷിക്കാം. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർത്തട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കാം. ആരോടാണ് ഇവിടെ പ്രവാചകൻ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്രസവിക്കാത്ത മച്ചിയോട്, നോവ് കിട്ടിയിട്ടില്ലാത്തവളോട്, ഇതുവരെ ജീവിതത്തിൽ ശൂന്യത അനുഭവിച്ചവളോട്, അങ്ങനെ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത വ്യക്തിയോടാണ് പറയുന്നത്: നിനക്ക് പൊട്ടി ആർത്ത് ഘോഷിക്കാൻ സമയമായി, നിന്നെ തന്നെ ഒരുക്കുക അതിനുവേണ്ടി എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അതിനുവേണ്ടി ഒന്ന് ഒരുക്കാം. ഈ അധ്യായത്തിൽ ദൈവം തന്നെ ഒരു ഭർത്താവായും ഇസ്രായേൽ മക്കളെ തന്റെ ഭാര്യയായും അവരോടുള്ള തന്റെ സ്നേഹത്തെയും തന്റെ ഉത്തരവാദിത്തത്തെയും അവരെ കുറിച്ചുള്ള തന്റെ ഭാവി പദ്ധതികളെ കുറിച്ച് വിവരിച്ച് പറയുന്ന ഒരു അധ്യായമാണ് 54-ാമത്തെ അധ്യായം. ഈ ചാപ്റ്റർ 54 വിഷമത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ഇപ്രകാരമാണ്: പ്രസവിക്കാത്ത മച്ചി, നോവ് കിട്ടിയിട്ടില്ലാത്തവൾ, ഏകാകിനി, വൈധവ്യത്തിലൂടെ കടന്നു പോകുന്നവർ, അരിഷ്ട, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവൾ, യൗവനത്തിൽ വിവാഹം കഴിച്ചിട്ടെന്ന പോലെ കഴിച്ച ഭാര്യയെ പോലെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവൾ. അങ്ങനെ പല വിധത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ പ്രതിപാദിച്ചുകൊണ്ടാണ് ദൈവം ഈ അധ്യായത്തിൽ അവരോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും: അവരെല്ലാം ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിലാണ്, കണ്ണുനീരിലാണ്, ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, പ്രവാസത്തില, പ്രതീക്ഷിക്കാൻ അവർക്ക് വകയൊന്നുമില്ല. അവരുടെ രാജ്യം ചുട്ടുകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. അവരുടെ ജീവിതത്തിൽ മുൻപിലേക്ക് നോക്കിയാൽ വേറൊന്നും അവർക്ക് കാണുവാനില്ല. ഒരു നിമിഷം അവർക്ക് തോന്നാം, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങളുടെ ദൈവം പോലും ഞങ്ങളെ കൈവിട്ടോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണ്. മാത്രവുമല്ല, ദൈവവുമായിട്ടുള്ള കവനന്റ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ അത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചെന്ന്. മറ്റുള്ളവർ പറഞ്ഞേക്കാം, അയ്യോ അവന്റെ ജീവിതം തീർന്നു പോയെന്ന്. പക്ഷേ ഇന്ന് പൽക്കാലം ദൈവം നമ്മളോട് പറയുക: I am not done with you yet. I am still writing your story. ഒരു നിമിഷത്തേക്ക് അവന്റെ മുഖം മറച്ചു പോയെന്ന് തോന്നിയേക്കാം, ഒരു നിമിഷത്തേക്ക് അവൻ നമ്മളെ മറന്നു പോയെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ദൈവം പറയാം, I am still writing your story. Can we believe it? അതിനാധാരമായി ദൈവം അവരോട് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുക: ഞാൻ നിന്റെ സൃഷ്ടിതാവാ, ഞാൻ നിന്റെ ഭർത്താവാ. 3 വ്യക്തിപരമായ കാര്യങ്ങൾ അവരോട് ദൈവം സംസാരിക്കുക. ഒന്ന്, I am your creator.
ഞാൻ നിന്നെ മെനഞ്ഞെടുത്ത, എൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിച്ചതാ. നമുക്കറിയാം, നമ്മളിൽ നിന്ന് ഉരുവാകുന്ന കുഞ്ഞുങ്ങളോട് നമുക്കുണ്ടാകുന്ന സ്നേഹമല്ലേ. അവരെത്ര നമ്മളോട് വഴക്കിട്ടാലും, എത്ര നമ്മളോട് മത്സരിച്ചാലും നമുക്ക് അവരോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച, മെനഞ്ഞെടുത്ത ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കരുതൽ എത്രയധികമാ. ഇങ്ങനെ കഷ്ടതയിൽ ഇരിക്കുന്ന ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ സൃഷ്ടിതാവാ, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു കരുതലുണ്ട്. രണ്ടാമത് അവരോട് പറയാ, ഞാൻ നിന്റെ ഭർത്താവാ. ഒരു ഭർത്താവെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഹെഡ് ഓഫ് ദ ഫാമിലിയാ. മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് ഒരു ഭവനത്തിലെ ഭർത്താവ്. നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്തു തരാനും നമ്മളെ കഴിയുന്നത്ര രീതിയിൽ സംരക്ഷണം ചെയ്യാനും ശ്രമിക്കുന്ന ഒരാളാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് കർത്താവ് അവരോട് പറയുക, ഐ ആം ദ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ എത്ര മാറിപ്പോയാലും, എത്രയൊക്കെ ദുഃഖത്തിലൂടെയും ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവം അവരോട് പറയുക, ഐ സ്റ്റിൽ ലവ് യു, ഐ സ്റ്റിൽ ലവ് യു. എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതി അവസാനിച്ചിട്ടില്ല, അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ നിന്റെ ഭർത്താവാ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിച്ച് കളയുകയില്ല. മൂന്നാമത് അവരോട് പറയാ, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാ, ഐ ആം യുവർ റിഡീമർ. ഒരു രൂത്തിന്റെ കാര്യം നമുക്കറിയാം, അല്ലേ? മോവാബ്യ സ്ത്രീയായ രൂത്തിന്റെ സകലതും നഷ്ടപ്പെട്ടിട്ടാണ് അവള് അമ്മായിയമ്മയോട് കൂടെ യാത്ര തിരിക്കുന്നത്. അവളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം തീർന്നു പോയി. പക്ഷേ ഒരു ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനായി വന്നപ്പോൾ ചരിത്രം മാറി, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് ഈ ദൈവം. നമ്മുടെ ഹിസ്റ്ററി മാറ്റി എഴുതാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടും തീർന്നില്ല. ദൈവം അവരോട് പറയുക, ഞാൻ നിങ്ങളോടൊരു സത്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളോട് ഞാൻ ഇനി കോപിക്കുകയില്ല, ഭത്സിക്കുകയില്ലെന്ന്. അതിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, ഐ വിൽ നെവർ പണിഷ് യു. ഞാൻ നിങ്ങളെ പണിഷ് ചെയ്യത്തില്ല, ഞാൻ നിങ്ങളോട് ഇനി കോപിക്കത്തില്ലെന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ മക്കളെ പറഞ്ഞു ഉറപ്പിക്കുന്നത്. മാത്രവുമല്ല, ദൈവം അവരോട് പിന്നെയും ഇടപെടുക. 10-ാം വാക്യത്തിൽ കൂടെ, എനിക്ക് നിങ്ങളുമായിട്ടൊരു കവനന്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. എന്റെ സമാധാന നിയമം അതൊരിക്കലും മാറിപ്പോത്തില്ല. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും, പക്ഷെ എന്റെ ദയ നിങ്ങളെ ഒരിക്കലും വിട്ടുമാറുകയില്ല. മൈ കവനന്റ് ഓഫ് പീസ് വിൽ നെവർ ബി ഷേക്കൺ. അതൊരിക്കലും വിട്ടുമാറുകയില്ല. നമുക്ക് ഈ വാക്യങ്ങൾ സമാധാനം തരുന്നില്ലേ പ്രിയ സഹോദരിമാരെ? നമുക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാൻ ഇതിലധികം എന്തു വേണം? അവിടം കൊണ്ടും തീർന്നില്ല. അവരോട് പറയുക, അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും ആശ്വാസമറ്റവളുമായുള്ളവേ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ തകർന്ന നിലവാരത്തിൽ കൂടി ആർക്കും നിന്നെ പണിതെടുക്കാൻ പറ്റുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? കർത്താവ് പറയാ, എനിക്ക് നിന്നെ പണിയാൻ കഴിയും, മനോഹരമായി പണിയുവാൻ കഴിയും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചാൽ പോരെ. ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് അവരോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാ, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ can we trust him to write our story? When he writes our story, it becomes a testimony. ഈ വേദപുസ്തകത്തിൽ അനേക കഥാപാത്രങ്ങളുടെ ചരിത്രം ദൈവം മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഉത്തമഗീതത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളോടാകുന്നു. ഈ അധ്യായത്തിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളെ ഉള്ളൂ. ഒന്ന്, നിനക്ക് പൊട്ടി ആർത്തു ഘോഷിക്കാൻ, ബ്രേക്ക് യുവർ സൈലൻസ്, നിനക്ക് ആർത്തു ഘോഷിക്കാൻ സമയമായി. 2, നിന്നെ തന്നെ ഒരുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. On behalf of IRC's Women's Ministry, we wish you a joyful and happy February 2025. Thank you and God bless.
God of my future, you write my story, you hold it all together.